ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എഡ്യൂട്ടൈൻമെൻറ്റ്. കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഈ ചാനലിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ബി.എഡ് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. ഇനി മുതൽ ഈ ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മെസോലിത്തിക് ഏജിനെ കുറിച്ചായിരുന്നു അല്ലേ? അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദ പീരീഡ് സബ്സിക്വൻറ്റ് ടു ദി മെസോലിത്തിക് ഏജ്, മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. ദിസ് പീരീഡ് ഈസ് കോൾഡ് ദി നിയോലിത്തിക് ഏജ്. എന്താണ് ഈ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്? മെസോലിത്തിക് ഏജ് കഴിഞ്ഞിട്ട് വന്ന ഒരു കാലഘട്ടമാണ് ഏത്? നിയോലിത്തിക് ഏജ് അല്ലേ? അപ്പോൾ മെസോലിത്തിക് ഏജ് കഴിഞ്ഞിട്ട് മാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതായത് നല്ല മിനുസമുള്ള ശിലായുധങ്ങൾ അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ എന്തെന്നറിയപ്പെട്ടു? നിയോലിത്തിക് ഏജ് എന്ന് അറിയപ്പെട്ടു. മനുഷ്യർ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? നിയോലിത്തിക് ഏജ് എന്ന് അറിയപ്പെടുന്നത്. The beginning of cultivation was the major progress in this period that dates around 8,000 years back. 8,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാലഘട്ടത്തിലെ മെയിൻ പുരോഗതി എന്ന് പറയുന്നത് എന്താണ്? ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, അതായത് കൃഷിയുടെ ആരംഭമാണ്. The change from food gathering to food production is a landmark in the history of human life. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് എന്തെന്ന് പറയുന്നത്? മനുഷ്യർ ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വഴിമാറി എന്നുള്ളത്. അതായത് ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് വഴിമാറി ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും. എന്തൊക്കെയായിരിക്കാം ആ ഒരു കൾട്ടിവേഷനിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്, സ്കേർസിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലേ? എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ തന്നെ സ്കേർസിറ്റി ഓഫ് ഫുഡ് ഭക്ഷ്യക്ഷാമം, പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് അതായത് ജനസംഖ്യാ വർധനവ്. ഇതെല്ലാം കൾട്ടിവേഷനിലേക്ക് നയിച്ച കാരണങ്ങളാണ്. മാൻ ബിഗാൻ ടു കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്. അപ്പോൾ മാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അവർ റിവർ വാലീസ് അതായത് നദീതടങ്ങളിൽ അവർ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഗോർഡൻ ചൈൽഡ് ദ ഹിസ്റ്റോറിയൻ ടേംഡ് ദീസ് ചേഞ്ചസ് ആസ് നിയോലിത്തിക് റെവല്യൂഷൻ. അപ്പോൾ ഈ മാറ്റങ്ങളെ, അതായത് ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വഴിമാറിയത്, ആ ഒരു കൾട്ടിവേഷൻ തുടങ്ങിയ ആ ഒരു മാറ്റങ്ങളെ ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ആ ചരിത്രകാരൻ എന്തെന്ന് വിശേഷിപ്പിച്ചു? നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു. ഇനി നമുക്ക് ഗോർഡൻ ചൈൽഡിനെ കുറിച്ചൊന്ന് നോക്കാം. വി ഗോർഡൻ ചൈൽഡ് ദ ആർക്കിയോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ വാസ് ബോൺ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ആൾ ഒരു ആർക്കിയോളജിസ്റ്റാണ്, ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ഓസ്ട്രേലിയയിലാണ് ജനിച്ചത്. ഹിസ് റിസർച്ചേഴ്സ് ഹാവ് പ്രൊവൈഡഡ് എ ഗ്രേറ്റ് മെനി ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അപ്പോൾ അയാളുടെ ഗവേഷണങ്ങൾ എന്താ നൽകിയത്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അതായത് പിൽക്കാല ചരിത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ് മാൻ മേക്സ് ഹിംസെൽഫ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇൻ ദ നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ബീങ്സ് ബിഗാൻ ടു റിയർ ആനിമൽസ് ഫോർ ഫുഡ്. അപ്പോൾ നിയോലിത്തിക് കാലഘട്ടത്തിൽ ഫുഡിന് വേണ്ടിയിട്ട് മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? റിയർ ആനിമൽസ്, അതായത് ആനിമൽസിനെ അവർ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. They began a settled life for the purpose of cultivation and domestication of animals. അപ്പോൾ കൾട്ടിവേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആനിമൽസിനെ ഇണക്കി വളർത്താനായിട്ടും അവർ സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. അതായത് ഒരിടത്ത് തന്നെ അവർ താമസിക്കാനായിട്ട് തുടങ്ങി. വീറ്റ്, ബാർലി, ജൂട്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, പാഡി, പ്ലാന്റെയിൻ എക്സെട്ര വേർ ദി മേജർ ക്രോപ്സ് ഓഫ് ദാറ്റ് ഏജ്. ഈ കാലഘട്ടത്തിലെ മേജർ ക്രോപ്സുകൾ ഏതൊക്കെയാണ്? വീറ്റ് ഗോതമ്പ്, ബാർലി ജൂട്ട് ചണം, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, പാഡി, പ്ലാന്റെയിൻ ഇതെല്ലാമാണ് ആ ഒരു കാലഘട്ടത്തിലെ മേജർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് കോൾഡ് ദി നിയോലിത്തിക് ഏജ്? ദ ഏജ് ഇൻ വിച്ച് ദ മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഈസ് കോൾഡ് നിയോലിത്തിക് ഏജ്. എന്താണ് ഈ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്? മനുഷ്യർ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തെയാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തെയാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വേർ ദി റീസൺസ് ദാറ്റ് ലെഡ് ടു കൾട്ടിവേഷൻ ഇൻ നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൽ കൾട്ടിവേഷൻ ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്, സ്കേർസിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത്. വാട്ട് വേർ ദി ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ബ്രോട്ട് ബൈ കൾട്ടിവേഷൻ ഇൻ ദ നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൽ കൾട്ടിവേഷൻ കാരണം ഹ്യൂമൻ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദി മേജർ പ്രോഗ്രസ് ഇൻ ദിസ് പീരീഡ്. അല്ലേ, നിയോലിത്തിക് ഏജ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലെ മെയിൻ പുരോഗതി എന്ന് പറയുന്നത് എന്താണ്? കൾട്ടിവേഷൻ്റെ ആരംഭം, അതായത് കൃഷിയുടെ ആരംഭമാണ്. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഈസ് ദ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു നാഴികക്കല്ലാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വഴിമാറി എന്നുള്ളത്. അതായത് ഫുഡ് ഗ്യാദറിങ്, ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് വഴിമാറി എന്നുള്ളത് ഒരു മെയിനായിട്ടുള്ളൊരു ചേഞ്ചാണ്. മാൻ ബിഗാൻ ടു കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്. മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും റിവർ വാലീസ്, നദീതടങ്ങളിൽ അവർ സെറ്റിൽ ചെയ്യാനും തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഡെപിക്ട്സ് ദി പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ഫുഡ് ഗ്യാദറേഴ്സ് ടു ഫുഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രോഗ്രസ്സിനെ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്, സ്കേർസിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത്. ഈ 3 കാരണങ്ങളും കാരണം എന്താരംഭിച്ചു? കൾട്ടിവേഷൻ, ആനിമൽ റിയറിങ്, അതായത് കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ടും തുടങ്ങി. അങ്ങനെ എന്തിലേക്ക് നയിച്ചു? സെറ്റിൽഡ് ലൈഫിലേക്ക് വഴിമാറി. ഓക്കെ, വാട്ട് വേർ ദി മേജർ ക്രോപ്സ് ഓഫ് നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിലെ മേജർ ക്രോപ്സ് ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി, ജൂട്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, പാഡി, പ്ലാന്റെയിൻ, എക്സെട്ര. ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. ഈ ചിത്രങ്ങൾ കേവ് പെയിൻറ്റിങ്സ് ആണ്. ഇടയ്ക്കൽ കേവിലെ കേവ് പെയിൻറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ദി ഇടയ്ക്കൽ കേവ്സ്? ഇടയ്ക്കൽ കേവ്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? വേർ ഇസ് ഇറ്റ് ലൊക്കേറ്റഡ്? എവിടെയായി ഇടയ്ക്കൽ കേവ്സ്? വയനാടാണ്. ഇടയ്ക്കൽ ഈസ് എ മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള. കേരളത്തിലെ മേജറായിട്ടുള്ളൊരു നിയോലിത്തിക് സൈറ്റാണ് ഏതെന്ന് പറയുന്നത്? ഇടയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സ് ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്നതെന്നൊന്ന് പറയാമോ? എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? എ വീൽഡ് കാർട്ട്, അല്ലേ? ഒരു വീലുള്ളൊരു വണ്ടി കാണാം. ഹ്യൂമൻ ഫിഗേഴ്സ്, അല്ലേ? മനുഷ്യരൂപങ്ങൾ കാണാം. പിന്നെ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു 3 ചിത്രത്തിൽ നിന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ ദോസ് ഡേയ്സ് വീൽസ് വേ ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലേ? ആ കാലഘട്ടത്തിൽ ഒരു സാധനം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നു? വീലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വീൽസ് വേ യൂസ് ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നു? വീൽസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ലെഡ് ടു എ കളക്റ്റീവ് ലൈഫ്. അപ്പോൾ കൃഷി ആരംഭിച്ചതും അതേപോലെ തന്നെ പെർമനൻ്റായിട്ട് ഇടത്ത് തന്നെ താമസിക്കുന്നതും എന്തിലേക്ക് നയിച്ചു? കളക്റ്റീവ് ലൈഫ്, അതായത് കൂട്ടായ്മയായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നയിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ ഈസ് ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ റിഗാർഡഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്? അപ്പോൾ ഹ്യൂമൻ പ്രോഗ്രസിൻ്റെ ഹിസ്റ്ററിയിൽ കൾട്ടിവേഷൻ തുടങ്ങിയത് ഒരു നാഴികക്കല്ലായി മാറാൻ കാരണം എന്തായിരിക്കും? ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദി മേജർ പ്രോഗ്രസ് ഇൻ ദ നിയോലിത്തിക് പീരീഡ്, അല്ലേ? നിയോലിത്തിക് കാലഘട്ടത്തിലെ ഒരു മേജർ പ്രോഗ്രസ്സാണ് കൃഷി ആരംഭിച്ചു എന്നുള്ളത്. മാൻ ബിഗാൻ ടു കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്. മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ കൃഷി ആരംഭിക്കുകയും റിവർ വാലീസിൽ അവർ സെറ്റിൽ ചെയ്യാനായിട്ടും തുടങ്ങി. ദേ ബിഗാൻ എ സെറ്റിൽഡ് ലൈഫ് ഫോർ ദി പർപ്പസ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അല്ലേ? അപ്പോൾ അവരെന്തുകൊണ്ടാണ് അവർ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? അവർ കൾട്ടിവേഷൻ്റെ കാര്യത്തിനും കൃഷിയുടെ കാര്യത്തിനും അതേപോലെ തന്നെ ആനിമൽസിനെ ഇണക്കി വളർത്തുന്നതിനും വേണ്ടിയിട്ടാണ് അവർ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ലെഡ് ടു എ കളക്റ്റീവ് ലൈഫ്. അങ്ങനെ അപ്പോൾ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തതും അതേപോലെ തന്നെ അവരുടെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റും എന്തിലേക്ക് നയിച്ചു? കൂട്ടായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തൊക്കെയാണെന്നാണ്. ആദ്യത്തെ നോക്കാം. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. അതായത്
പോളിഷ്ഡ് നല്ല മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളും ഷാർപ്പൻഡായിട്ടുള്ളവയുമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വേ യൂസ്ഡ്. അപ്പോൾ വുഡൻ ഹാൻഡിൽഡ് ആയിട്ടുള്ള ആക്സസ്, കോടാലി, അതേപോലെ തന്നെ അരിവാൾ, സിക്കിൾസ്, ഇതെല്ലാമാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പോട്ട്സ് ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വുഡൻ വീൽസ് വേ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ട്രി. അപ്പോൾ പോട്ട്രി ഉണ്ടാക്കാനായിട്ട് അവരെന്താ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? വുഡൻ വീൽസ്. റാഫ്റ്റ്സ് വേ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ചങ്ങാടങ്ങളായിരുന്നു അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ജലഗതാഗതത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ചങ്ങാടങ്ങളായിരുന്നു. ഓർണമെൻറ്റ്സ് വേ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. അപ്പോൾ ഓർണമെൻറ്റ്സ് അവർ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? സ്റ്റോൺ, കല്ലുകൊണ്ടും വുഡ് കൊണ്ടും ബോൺ കൊണ്ടും ഒക്കെയാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പ്ലോക്ക് ഷെയർ ആൻഡ് സ്പെയ്ഡ് വേ മെയ്ഡ് ഓഫ് വുഡ്. അപ്പോൾ ഉഴവുചാൽ, അതേപോലെ തന്നെ തൂമ്പ, ഇതെല്ലാം അവർ വുഡ്, തടി കൊണ്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വേ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അപ്പോൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഹാർപൂൺസ്, ചാട്ടുളി, അതേപോലെ തന്നെ ഫിഷിംഗ് ഹൂക്സ് ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോത്ത്സ് വൂവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് വേ ഫ്യൂൺ യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ്. ചണനാര് കൊണ്ട് നെയ്തെടുത്തിരുന്ന ക്ലോത്ത്സിനെ അവരെന്തുകൊണ്ടാണ് അവർ തുന്നിയിരുന്നത്? ബോൺസ് കൊണ്ടുണ്ടാക്കിയ നീഡിൽസ് കൊണ്ടാണ് അവർ തുന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡൻറ്റിഫൈ ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ ദ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ അറ്റൈൻ ചെയ്ത ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഏതൊക്കെയാണെന്ന് എഴുതുക. ഏതൊക്കെയാണ്? ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വേ യൂസ്ഡ്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വേ യൂസ്ഡ്. മെയ്ഡ് പോട്ട്സ് ഓഫ് clay. Wooden wheels were used for making pottery. Rafts were used for water transportation. Ornaments were made of stone, wood and bone. Plowshare and spade were made of wood. Harpoons and fishing hooks were used for fishing. Clothes woven out of jute fibers were sewn using needles fashioned from bones. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദി ഫീൽഡ്സ് ഇൻ വിച്ച് ദ പീപ്പിൾ വെയർ പ്രൊഫിഷ്യൻറ്റ്. അപ്പോൾ പീപ്പിൾ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. നോക്കിയേ, ആദ്യത്തത് ടൂൾസ്. ഏതൊക്കെ ടൂൾസാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. അപ്പോൾ ഷാർപ്പൻഡും പോളിഷ്ഡും ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലോക്ക്ഷെയർ ആൻഡ് സ്പെയ്ഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. അപ്പോൾ ഉഴവുചാൽ, തൂമ്പ എന്നിവയെല്ലാം അവർ വുഡ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വേ യൂസ്ഡ്. അതായത് വുഡൻ ഹാൻഡിൽഡ് ആയിട്ടുള്ള കോടാലിയും അരിവാളും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വേ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അവർ ചാട്ടുളിയും ഫിഷിംഗ് ഹൂക്സും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് വെസൽ മേക്കിംഗ്. പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ എന്തൊക്കെ ചെയ്തിരുന്നു? മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, അല്ലേ, കളിമണ്ണ് കൊണ്ട് അവർ പാത്രങ്ങൾ ഉണ്ടാക്കി. വുഡൻ വീൽസ് വേ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ട്രി. പോട്ട്രി ഉണ്ടാക്കാനായിട്ട് അവർ എന്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നു? വുഡൻ വീൽസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നോക്കിയേ, ഓർണമെൻറ്റ്സ് മേക്കിംഗ്. എങ്ങനെയാണ് അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിരുന്നത്? ഓർണമെൻറ്റ്സ് വേ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. ഓർണമെൻറ്റ്സ് അവർ സ്റ്റോണ്, വുഡ്, ബോൺ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ക്ലോത്ത് മേക്കിംഗ് എങ്ങനെയാണ്? ക്ലോത്ത്സ് വൂവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് വെയർ ഫ്യൂൺ യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ്. അതായത് ചണനാര് കൊണ്ട് നെയ്തെടുത്ത ക്ലോത്ത്സ് അവരെങ്ങനെയാണ് തുന്നിയിട്ടുണ്ടായിരുന്നത്? ബോൺസ് കൊണ്ടുണ്ടാക്കിയ നീഡിൽസ് ഉപയോഗിച്ചായിരുന്നു അവർ തുന്നിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. എങ്ങനെയായിരുന്നു? റാഫ്റ്റ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അല്ലേ, ജലഗതാഗതത്തിന് അവർ റാഫ്റ്റ്, ചങ്ങാടം അവർ ഉപയോഗിച്ചു. ഇനി നോക്കിക്കോളൂ. ദ ലേക്ക് വില്ലേജസ് ഇൻ സ്വിറ്റ്സർലാൻഡ് ആർ അനദർ എക്സാമ്പിൾ ഫോർ ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ദി നിയോലിത്തിക് മാൻ. അപ്പോൾ നിയോലിത്തിക് മാൻ അറ്റൈൻ ചെയ്ത ടെക്നോളജിക്കൽ പ്രോഗ്രസിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജസ്. പിക്ചർ കാണിച്ചു തരാം. ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജ്. These dwellings in the lake were constructed using logs, animal skin and mud.
അപ്പോൾ ഈ വാസസ്ഥലങ്ങൾ, ഈ ലേക്കിൽ കാണുന്ന ഈ വാസസ്ഥലങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ്? ലോഗ്സ്, തടി കൊണ്ട്, ആനിമൽ സ്കിൻ, അതേപോലെ തന്നെ മഡ്, ചെളി കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാൾസ് ആൻഡ് ഹൗസസ് ബിൽറ്റ് ഓഫ് സ്റ്റോൺ ഇൻ ദ നിയോലിത്തിക് ഏജ് വെർ ഡിസ്കവേർഡ് ഫ്രം ജെറീഷോ ഇൻ പാലസ്റ്റീൻ. അപ്പോൾ നിയോലിത്തിക് ഏജിലെ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഹൗസസും വാൾസും എല്ലാം എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? പാലസ്റ്റീനിലെ ജെറീഷോയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജാർമോ എന്ന് പറയുന്ന വില്ലേജിനെ കുറിച്ച് നോക്കാം. ജാർമോ ഇൻ നോർത്തേൺ ഇറാഖ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ഫോർ ലൈഫ് ഇൻ ദ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിലെ ഒരു എവിഡൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റാണ് ഏതെന്ന് പറയുന്നത്, ജർമോ എന്ന് പറയുന്നത്. നോർത്തേൺ ഇറാഖിലാണ്. ദ റൂയിൻസ് ഓഫ് സെവറൽ മഡ് ഹട്ട്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഹിയർ. അപ്പോൾ ഈ ഒരു വില്ലേജിൽ നിന്നും ഒരുപാട് മഡ് ഹട്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. മഡ് ഹട്ട്സിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ചെളി കൊണ്ടുണ്ടാക്കിയ കുടിലുകളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദീസ് ഹട്ട്സ് ഹാഡ് സ്റ്റോൺ ഫൗണ്ടേഷൻസ്, സൺ ഡ്രൈഡ് ബ്രിക്ക് വാൾസ് ആൻഡ് സൺ ഡ്രൈഡ് മഡ് റൂഫ്സ്. അപ്പോൾ ഈ ഹട്ട്സിന്, ഈ കുടിലുകൾക്കൊക്കെ സ്റ്റോൺ ഫൗണ്ടേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ചുട്ട ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ വാൾസ്, ചുമരുകൾ, അതേപോലെ തന്നെ സൺ ഡ്രൈഡ് മഡ് റൂഫ്സ്. അവരുടെ റൂഫ്സ് എന്ന് പറയുന്നത് സൺ ഡ്രൈഡ്, അതായത് ചുട്ട ചെളി കൊണ്ട് കുഴച്ച് വെച്ച് ഉണ്ടാക്കിയ റൂഫുകളായിരുന്നു. ദ പീപ്പിൾ ഓഫ് ജാർമോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ജാർമോയിലെ പീപ്പിൾസ് അഗ്രികൾച്ചറിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അഗ്രികൾച്ചർ, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ സ്റ്റോർഡ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് ദി സെയിം. അപ്പോൾ അവർ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുകയും അതിനെ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ്. അപ്പോൾ നിയോലിത്തിക് ഏജിൽ ഹ്യൂമൻ ലൈഫ് എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലായിടവും സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ദി കോൺസിക്വൻറ്റ് നെസസിറ്റി ഫോർ കൾട്ടിവബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് വേർ ദി മേജർ കോസസ് ഫോർ ദിസ്. അപ്പോൾ ഇതിന് കാരണം എന്തൊക്കെയാണ്? പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവും, അതേപോലെ തന്നെ കോൺസിക്വൻറ്റ് നെസസിറ്റി ഫോർ കൾട്ടിവബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ്. കൾട്ടിവബിൾ, നല്ല കൾട്ടിവേറ്റ് ചെയ്യാൻ, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ലാൻഡും, അതേപോലെ തന്നെ വസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ലാൻഡുമാണ് ഇതിന് കാരണങ്ങൾ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റഡ് ദി മൈഗ്രേഷൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്തു? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലഗതാഗതം ഫെസിലിറ്റേറ്റ് ചെയ്തു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ മെസോലിത്തിക് ഏജ് ഡെവലപ്ഡ് ഫർദർ ഇൻ ദ നിയോലിത്തിക് ഏജ്. അപ്പോൾ മെസോലിത്തിക് ഏജിൽ തുടങ്ങിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് പാലിയോലിത്തിക് ഏജിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. മെസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടുതലായി. നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും അത് കൂടുതൽ ഡെവലപ്പായി. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അല്ലേ, മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്നും അവർ ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വഴിമാറി. എക്സ്പാൻഷൻ ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എവിടെ സ്റ്റാർട്ട് ചെയ്തു? നിയോലിത്തിക് ഏജിൽ സ്റ്റാർട്ട് ചെയ്തു. ദ മാൻ ഹു ലീവ്ഡ് ഇൻ ദ കേവ്സ് ബിഗാൻ ടു സെറ്റിൽ ഇൻ ദ റിവർ വാലീസ്. അപ്പോൾ പാലിയോലിത്തിക് ഏജ് നോക്കിയാലും മെസോലിത്തിക് ഏജ് നോക്കിയാലും അവർ കേവ്സ്, ഗുഹകളിലായിരുന്നു മനുഷ്യർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? റിവർ വാലീസ്, നദീതടങ്ങളിൽ അവർ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ദ കൾട്ടിവേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് വേരിയസ് ക്രോപ്സ്. അപ്പോൾ കൃഷി തുടങ്ങിയതും അതേപോലെ തന്നെ ഒരുപാട് ക്രോപ്സ് അവർ വിളയിപ്പിച്ചെടുത്തതും. പിന്നെന്താണ്? റാഫ്റ്റ് വേ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ജലഗതാഗതത്തിനായിട്ട് അവർ റാഫ്റ്റ്, ചങ്ങാടം അവർ ഉപയോഗിച്ചു. ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് നമുക്ക്. നിയോലിത്തിക് സൈറ്റുകൾ, ആ ഇന്ത്യയുടെ മാപ്പിൽ നിയോലിത്തിക് സൈറ്റുകളെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദി മേജർ നിയോലിത്തിക് സൈറ്റ്സ് ഫ്രം ദി ഗിവൺ മാപ്പ് ആൻഡ് നോട്ട് ദം ഡൗൺ. ഏതൊക്കെയാ മേജർ നിയോലിത്തിക് സൈറ്റ്സ്? ഏതൊക്കെയാണ്? ഇടയ്ക്കൽ, കോൾഡീവ, ചിരാന്ത്, മെഹർഗർ, കിലെ ഗുൽ മുഹമ്മദ്, സരായ്ഖോല, ഗുഫ്ക്രാൽ, പയ്യാമ്പള്ളി, ബ്രഹ്മഗിരി, തക്കലക്കോട്ട, ഹലൂർ, മസ്കി, നാഗാർജുനകൊണ്ട, ബുർസാഹോം. ഓക്കെ, ഇത്രയുമാണ് മേജർ നിയോലിത്തിക് സൈറ്റ്സ്. ഈ ഒരു പിക്ചർ നോക്കിക്കേ.
ഡെക്കറേറ്റഡ് പോട്ട് ആൻഡ് സ്റ്റോൺ ടൂൾസ് ബുർഫ ഹോമിൽ നിന്നും കണ്ടെത്തിയ ഡെക്കറേറ്റഡ് പോട്ട് ആൻഡ് സ്റ്റോൺ ടൂൾസാണ് ഇത്. കാശ്മീരിലാണ് ബുർഫ ഹോം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ചേഞ്ചസ് ദാറ്റ് ഒക്വേർഡ് ഡ്യൂറിങ് ദി നിയോലിത്തിക് ഏജ് ഫ്രം ദി പാലിയോലിത്തിക് ഏജ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ. പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പാലിയോലിത്തിക് ഏജിൽ ടൂൾസ് നോക്കുകയാണെങ്കിൽ റഫ് സ്റ്റോൺസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? പരുക്കൻ ശിലായുധങ്ങളായിരുന്നു പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജിലാണെങ്കിലോ പോളിഷ്ഡ് സ്റ്റോൺസ് ആയിരുന്നു, അതായത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പാലിയോലിത്തിക് ഏജിലെ ഒക്കുപ്പേഷൻ എങ്ങനെയായിരുന്നു? ഹണ്ടിങ്, അല്ലേ? അവർ വേട്ടയാടിയായിരുന്നു പാലിയോലിത്തിക് ഏജിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജിലാണെങ്കിലോ കൾട്ടിവേഷൻ, ആനിമൽ റിയറിങ്, അല്ലേ? കൃഷി ചെയ്തിരുന്നു. അതേപോലെ തന്നെ ആനിമൽസിനെ അവർ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഫുഡ് ഗ്യാദറിങ് എങ്ങനെയായിരുന്നു പാലിയോലിത്തിക് ഏജിൽ? അവർ കളക്റ്റിംഗ് ഫുഡ്, അല്ലേ? അവർ ഭക്ഷ്യശേഖരണമായിരുന്നു, അല്ലേ? ഫുഡ് ഗ്യാദറിങ്, അല്ലേ? അവർ ഭക്ഷ്യം ശേഖരിച്ചാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജിലാണെങ്കിലോ ഫുഡ് പ്രൊഡക്ഷൻ, അവർ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇനി സെറ്റിൽഡ് ലൈഫ് ആണെങ്കിലോ പാലിയോലിത്തിക് ഏജിൽ സെറ്റിൽഡ് ലൈഫ് ഉണ്ടായിരുന്നോ? ഇല്ല, നോ സെറ്റിൽഡ് ലൈഫ്. നിയോലിത്തിക് ഏജിൽ സെറ്റിൽഡ് ലൈഫ് ഉണ്ടല്ലേ? റിവർ വാലീസിൽ അവർ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ആനിമൽ ഹസ്ബൻഡറി ആണെങ്കിലോ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നോ പാലിയോലിത്തിക് ഏജിൽ? ഇല്ല. നിയോലിത്തിക് ഏജിലാണെങ്കിലോ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അവർ മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി പോട്ടറി ആണെങ്കിലോ പാലിയോലിത്തിക് ഏജിൽ പോട്ടറി ഒന്നും തന്നെ ഇല്ലായിരുന്നു. നിയോലിത്തിക് ഏജിൽ മെയ്ഡ് ക്ലേ പോട്ട്സ്, അല്ലേ? അവർ കളിമണ്ണ് കൊണ്ട് അവർ ക്ലേ പോട്ടുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലോ പാലിയോലിത്തിക് ഏജിൽ ഹാൻഡിക്രാഫ്റ്റ്, ആർട്ട് ഓഫ് പെയിൻറ്റിങ്, സ്കൾപ്ചർ ഇതെല്ലാം ഉണ്ടായിരുന്നു. നിയോലിത്തിക് ഏജിൽ യൂസ് ഓഫ് വീൽസ്, അവർ വീൽസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മേക്കിംഗ് ക്ലേ പോട്ട്സ്, അല്ലേ? കളിമണ്ണ് കൊണ്ട് അവർ പോട്ട്സ് ഉണ്ടാക്കി. പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ക്ലോത്ത്സുകളും അവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് പാലിയോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.